എറണാകുളം പറവൂരിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം 17 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറവൂർ ടൗണിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയവരെയാണ് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, ഇത് ഭക്ഷ്യവിഷബാധയെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ സ്ഥിതി? ഫിജി 16 പേരാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരാള് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ബിരിയാണി കഴിച്ചവർക്കാണ്, അതായത് കുഴിമന്തി അടക്കം ഉള്ള ഭക്ഷ്യ വസ്തുക്കൾ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമികമായ വിവരം. ഈ ചികിത്സ തേടിയവരിൽ 2 കുട്ടികളുമുണ്ട്. 70കാരനെയും 17കാരിയെയും ഒക്കെ ആശുപത്രി 7 വയസ്സുകാരനെയും 17 വയസ്സുകാരിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ എണ്ണം ഇനിയും ഉയരാമെന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മജ്ലിസ് ഹോട്ടലിന്റെ ഒരു ഔട്ട്ലെറ്റ് നേരത്തെ തന്നെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന്, പറവൂരിലുള്ള ഇതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നഗരസഭ പഴകിയ ഭക്ഷണങ്ങളും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. അത് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 3 പേരായിരുന്നു രാവിലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 16 പേരായിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവരിലെ ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ടാകുമെന്നാണ് നഗരസഭ തന്നെ നമ്മളോട് ഔദ്യോഗികമായിട്ട് പറയുന്നത്. അതുകൊണ്ട് മറ്റ് പരിശോധനകൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആശുപത്രികളിലായി, ഒന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഒരാൾ, അങ്ങനെയാണ് ചികിത്സ കൊണ്ടിരിക്കുന്നത്. മറ്റ് വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഹോട്ടൽ അടപ്പിച്ചിട്ടുണ്ട്. പറവൂരിലെ ഈ ഹോട്ടൽ ഭക്ഷ്യസുരക്ഷ നഗരസഭയുടെ ഉദ്യോഗസ്ഥരാണ് അടച്ചിരിക്കുന്നത്. അത് അടപ്പിച്ചിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങളും ഇതെല്ലാം മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ വരും മണിക്കൂറുകളിൽ പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ചെറിയ കുട്ടികളൊക്കെയുണ്ട്. അവരുടെ നില ഇപ്പോൾ ഗുരുതരം എന്ന് ചില ആളുകളുടെ, കുട്ടികളുടെ പ്രത്യേകിച്ച് അല്പം ഗുരുതരമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു മരണകാരണത്തിലേക്കൊന്നും പോകാനുള്ള ഒരു തരത്തിൽ നിലവിൽ സാധ്യതകളില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ ഈ ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നത് ഇത് വലിയൊരു വിഷയമായിട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കുന്നത്. ഫിജി. ശരി അശ്വതി, പറവൂരിൽ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം